പലാസ്, കെജുരി, ബാബുല്, അബെറ്, കൈറ്, വേപ്പ് സെറ്റായി പഠിക്കുക. അപ്പൊ ചുമ്മാ ഒന്ന് പാടി നോക്കട്ടോ. പല്ല 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 ബെറ് ഗൈറ് ബാബുല് വേപ്പ് ഈന്തപ്പനയാണ്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായി പഠിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നമ്മൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫി കൃത്യമായിട്ടൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ക്ലാസ്സുകളും വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സും ഈ പ്ലേലിസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് എടുത്ത ഫസ്റ്റ് ക്ലാസിന്റെ ലിങ്ക് മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. അത് കാണുക കൂട്ടുകാരെ. കുറച്ച് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നോക്കൂ, സ്ക്രീനിൽ പ്രധാനപ്പെട്ട SCERT ഫാക്ട് ഉൾപ്പെടെ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നടന്ന PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യം വെച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നോക്കൂ, 2026 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൻ എക്സാമിന് ചോദിച്ച ഇന്ത്യൻ ജോഗ്രഫിയിലെ 3 ചോദ്യങ്ങളാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് ഒരു പക്ഷേ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷെ അവർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഇത് SCERT നേരിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണെന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ 7 എന്ന് പറഞ്ഞിട്ട് അറിയുന്നവരാണെങ്കിൽ, അല്ലാത്തവരും കമന്റ് ചെയ്തേ. നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് SCERT എവിടെയാ ചോദിച്ചത്? ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കുക. എന്റെ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞൊരു പിക്ചർ. അവിടെ ജമ്മു കാശ്മീർ മുതൽ അങ്ങ് താഴത്ത് കന്യാകുമാരി വരെയുള്ള പ്രധാനപ്പെട്ട ഏരിയകളിൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന മേഖല നോക്കൂ. ബംഗാള്, ഒറീസയുടെ ചില മേഖല, ആന്ധ്രയുടെ ചില മേഖലയിലൊക്കെ കണ്ടൽ കാട് കുറച്ച് കാണാം. പർവ്വത വനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രീൻ കളറിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ ഒരു പക്ഷേ ക്ലിയർ ആയി കാണുന്നില്ലെങ്കിൽ സ്ക്രീൻ ഒന്ന് സൂം ചെയ്ത് നോക്കൂ കേട്ടോ. യൂട്യൂബിൽ എങ്ങനെ സൂം ചെയ്ത് നോക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ബ്ലൂ കളറിൽ കാണുന്ന ഒരു ഏരിയ ഉഷ്ണമേഖല, ഞാനിങ്ങനെ വരയ്ക്കുന്ന കണ്ടതിന്റെ പിറകിൽ ഇതിനെയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ മാപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു മേഖലയാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ നല്ല ഡാർക്കാണ്. കേരളം കണ്ട നിങ്ങൾ, ഈ പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ ആ ഒരു ഭാഗം, കേരളം ഉൾപ്പെടുന്ന മേഖല നല്ല ഡാർക്ക് ഗ്രീൻ അല്ലേ? ഇതിന് വിളിക്കുന്ന പേര് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്നാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, മറ്റേത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. പുതിയ SCERT 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്ററിനകത്തുള്ള നമുക്കത് പഠിക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഈ ടോപ്പിക് നമ്മൾ ഇപ്പോൾ പഠിക്കും കേട്ടോ. ഈ ക്ലാസ്സിൽ പഠിക്കും. ഒരു കുഞ്ഞു ടോപ്പിക് നമ്മൾ പഠിക്കും. അപ്പൊ ബംഗാളിന്റെ ദുഃഖം, ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. നദികൾ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് എടുത്ത നദികളുടെ ക്ലാസ്, ഗംഗാ നദി, ബ്രഹ്മപുത്ര നദിയൊക്കെ നിങ്ങൾ ഈ ചാനലിലുണ്ട്. നല്ല അടിപൊളി ക്ലാസ് കാണണം കേട്ടോ. അപ്പൊ അത്തരത്തിൽ ഗംഗാ നദി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ദാമോദറിനെ കുറിച്ച്. ദാമോദർ എന്ന് പറഞ്ഞാൽ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ബംഗാളിന്റെ ദുഃഖമാണ് ദാമോദർ, മറക്കരുത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചില ദുഃഖങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ദുഃഖം. PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയുടെ ദുഃഖം. പഠിച്ചു വെക്കണേ. ഇന്ത്യയുടെ ദുഃഖം ഏതാടാ? കോസിയാണ് ഇന്ത്യയുടെ ദുഃഖം. ബീഹാറിലൂടെ ഒഴുകുന്നുണ്ട് കോസി. അതുകൊണ്ട് തന്നെ ചോദിക്കും ബീഹാറിന്റെ ദുഃഖം. മകളെ, മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുരുകുന്ന സമയത്തൊക്കെ ചില എന്താ പറയുക പ്രളയം ഒക്കെ സംഭവിക്കുമ്പോൾ ഈ ഒരു നദി വല്ലാതെ ക്ഷോഭിച്ച് അല്ലെങ്കിൽ നിറഞ്ഞ് കവിഞ്ഞ് ചുറ്റുമുള്ള പ്രദേശങ്ങള്, ഗ്രാമങ്ങളെ വരെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വിളിപ്പേര് ഇങ്ങനെ വരുന്നത്. ഇന്ത്യയുടെ ദുഃഖം എന്ന് വിളിക്കുന്നത് കോസിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്ന് വിളിക്കുന്നത് കോസിയാണ്. സിക്കിമിന്റെ ജീവരേഖ എന്ന് വിളിക്കുന്നത് വളരെ ശക്തമായി സ്പീഡിൽ ഒഴുകുന്ന ഒരു നദിയാണ് എന്ത്? സിക്കിമിലെ ടീസ്റ്റ എന്ന് പറയുന്ന നദി. സിക്കിമിന്റെ ജീവരേഖ എന്ന് വിളിക്കുന്നത് ടീസ്റ്റയാണ്. അതുപോലെ തന്നെ ഗോവയുടെ ജീവരേഖ എന്ന് വിളിക്കുന്നത് മണ്ഡോവി നദിയാണ്. ഗോവയുടെ ജീവരേഖ ബൈഹാർട്ട് പഠിക്കുക. ഗോവ മണ്ഡോവിയാണ്, സിക്കിമിൽ ടീസ്റ്റയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദയാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നർമ്മം പറയുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ മധ്യപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഹൃദയഭൂമി അല്ലെ, അവിടെയാണ് ഈ പറയുന്ന നർമ്മദ, അതിന്റെ ജീവരേഖ എന്നൊരു വിശേഷണമുണ്ട്, നർമ്മദ. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ തെറ്റിക്കരുത്, ഗോദാവരി നദിയാണ്. കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ എന്ന് വിളിക്കുന്നത് കാവേരിയാണ്. കർണാടകയുടെ ജീവരേഖ, തമിഴ്നാടിന്റെ ജീവരേഖ, അത് രണ്ടും ഏതാണ്? കാവേരിയാണ്. ആന്ധ്ര ഗോദാവരി, മധ്യപ്രദേശ് നർമ്മദ, ഗോവയുടേത് മണ്ഡോവി. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ നിങ്ങൾക്കൊക്കെ അറിയാലോ, അത് പെരിയാറാണ്.
നോക്കൂ, ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിന്റെ ദുഃഖം കോസി. ചോദ്യം എന്തായിരുന്നു? ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ആസാമിന്റെ ദുഃഖം. അസാമിലൂടെ ശക്തമായി ഒഴുകി വരുന്ന ഒരു നദിയാണല്ലേ ബ്രഹ്മപുത്ര നദി. ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. ഹിരാക്കുഡ് ഡാമൊക്കെ ഒഡീഷയിലല്ലേ, മഹാനദിയിലല്ലേ? അപ്പൊ ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം മഹാനദി, ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര, ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിന്റെ ദുഃഖം കോസി. അങ്ങനെയാണെങ്കിൽ ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം, ആണവ നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം കിട്ടിയോ? ഒന്ന് കമന്റ് ചെയ്തേ. ഇതിന് മൂന്നും നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം അല്ലെ? സിമ്പിൾ ആണ്. താരാപൂർ ആണ്. താരാപൂർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വർഷമാണ് വരേണ്ടത്. ഞാൻ വർഷം എഴുതാം. 1969 മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയം നിലവിൽ വരുന്നത്. 1969 മലപ്പുറം ജില്ല രൂപീകരിച്ച വർഷമല്ലേ? അതുപോലെ തന്നെ ISR രൂപീകരിച്ച വർഷമല്ലേ? 69 ഒരുപാട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ് എന്ന നമ്മുടെ സെക്കൻഡ് ചാനലിലെ ആ ചാനലിന് മുമ്പ് ഒരു 4-5 വർഷം മുമ്പ് യൂട്യൂബിൽ വീഡിയോ കോഡ് ചെയ്തിട്ടുണ്ട്. 69 10-30 കാര്യങ്ങൾ പഠിക്കാനുണ്ട് 1969. ആ ക്ലാസ്സിലൊക്കെ എടുത്തു പറയുന്നുണ്ട് താരാപൂർ ആണവ നിലയം 69 നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ആണവ നിലയങ്ങളെ കുറിച്ച് സാധാരണ ഒരു പ്രിലിംസ് എക്സാമിന് പോകുമ്പോഴെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മിനിമം ഏതൊരു PSC പരീക്ഷയ്ക്കും ബൈഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇന്ന ആണവ നിലയങ്ങൾ എവിടെയാണെന്ന് പഠിച്ചു വെക്കണം. താരാപൂർ ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമായ താരാപൂർ നമ്മൾ പഠിച്ചു മഹാരാഷ്ട്രയിലാണെങ്കിൽ കൈഗ കർണാടക ബൈഹാർട്ട് ചെയ്തോളുക. കൈഗ കർണാടക. റാവത്ത് ബട്ട് ആണവ നിലയം ഇവിടെ രാജസ്ഥാനിലാണ്. റാവത്ത് ബട്ട് ആണവ നിലയം രാജസ്ഥാനിലാണ്. ഞാൻ കോഡൊന്നും പറയാത്തത് ക്ലാസിന്റെ ലെങ്ത് നീണ്ടുപോകും. ഇതൊക്കെ കോഡാക്കി വേണമെങ്കിൽ പഠിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തോളൂ. നിങ്ങൾ ആരും ക്ലാസ് കാണാത്തോണ്ടാ കോഡ് പറയാത്ത കേട്ടോ. കൽപ്പാക്കം നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെ? കൽപ്പാക്കം എന്നൊക്കെ കേൾക്കുമ്പോൾ തമിഴ്നാടാണ്. അപ്പൊ കൈഗ തെറ്റിക്കരുത്. കൈഗ കർണാടക, താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത് ബട്ട് രാജസ്ഥാൻ, നറോറയൊക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. നറോറ യു പി, നറോറ ഉത്തർപ്രദേശ്, കാക്രപ്പാറ ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ കൂടുതൽ കടൽ തീരമുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ ഗുജറാത്ത്. അവിടെ ഇങ്ങനെ കാക്രപ്പാറ ഉണ്ടെന്ന് ആലോചിക്കട്ടോ. കാക്രപ്പാറ നമ്മളതൊക്കെ ഒരു കഥയെ പോലെ ഗുജറാത്ത് സ്റ്റേറ്റ് പഠിക്കുമ്പോൾ പറഞ്ഞു തരാട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് കാക്രപ്പാറയെ കുറിച്ചൊക്കെ. ഇപ്പൊ ഗുജറാത്തിലാണ് കാക്രപ്പാറ. കൂടംകുളം എവിടെയാണ്? ഇപ്പൊ തമിഴ്നാട്ടിലാണ് കൽപ്പാക്കവും കൂടംകുളവും. കൈഗ കർണാടകയിലും, നറോറ UPയിലും, അതുപോലെ തന്നെ കാക്രപ്പാറ ഗുജറാത്തിലും, ധാരാപൂർ മഹാരാഷ്ട്രയിലുമാണ്. മക്കളെ നമുക്ക് SCERTയിലേക്ക് പോകാം. അപ്പൊ ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം നമ്മൾ പറഞ്ഞു ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. എന്താണ് ഇല പൊഴിയും വനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് വായിക്കാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ പിക്ക് ചെയ്യാം, പഠിക്കാം. ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് SCERT. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങൾ നൈസർഗിക സസ്യജാലങ്ങളെ ഈ വൈവിധ്യത്തിന് കാരണമാക്കുന്നുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലെ ഓരോരോ പ്രകൃതി ആയതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥയും മണ്ണും ഒക്കെയാണ് ആ പ്രകൃതി അങ്ങനെ ആവാൻ കാരണം, അല്ലെങ്കിൽ ആ മരങ്ങളും ആ ഒരു വനമൊക്കെ അങ്ങനെ ആവാൻ കാരണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഈ നൈസർഗികം? നൈസർഗികം എന്ന വാക്ക് തന്നെ അങ്ങനെയല്ലേ? അതായത് ദീർഘകാലം ഒരു പ്രദേശത്തിന്റെ മണ്ണിനെയും കാലാവസ്ഥയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളർന്ന സസ്യങ്ങൾ. മനുഷ്യൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നശിക്കും. അപ്പൊ താനെ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ മണ്ണും വെച്ചിട്ട് അവിടെ എങ്ങനെയാണോ പ്രകൃതി അല്ലെങ്കിൽ ആ മരങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിനെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുക. ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് ചുവടെ നൽകുന്നു പറയുന്നത്. ഏതൊക്കെ നോക്കാം. 1 ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ. 2 ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ, ചതുപ്പു നിലവനങ്ങൾ. 3 ഏതൊക്കെയാണ്? ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പു നിലവനങ്ങൾ. ഞാനൊന്ന് വായിക്കട്ടെ, പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചെടുക്കണേ. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളെ 2 ആയിട്ട് നമുക്ക് തിരിക്കാം. ഈ ഫസ്റ്റ് ഇല പൊഴിയും വനങ്ങളെ നമുക്ക് 2 ആക്കിയിട്ട് തിരിക്കാം. വരണ്ട ഇല പൊഴിയും കാടുകൾ, ആർദ്ര ഇല പൊഴിയും കാടുകൾ 2 ആക്കി തിരിക്കുകയാണ്. ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചു. അപ്പൊ ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളെ കുറിച്ച് ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. 2 ടൈപ്പാണ്. 1 വരണ്ട ഇല പൊഴിയും കാടുകളും, ആർദ്ര ഇല പൊഴിയും കാടുകളും. എന്തൊക്കെയാണ് അതിന്റെ വ്യത്യാസം എന്ന് ശ്രദ്ധിക്കണേ മക്കളെ. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇല പൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്,
വരണ്ട ഇല പൊഴിയും കാടുകളിലെ മഴ എത്രയാണ്? 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിലാണ്. 70 സെന്റിമീറ്ററും 100 സെന്റിമീറ്ററിനും ഇടയിലെ വരണ്ട ഇല പൊഴിയും കാടുകൾ. ഓക്കെ, അവിടുത്തെ പ്രത്യേകത ശ്രദ്ധിക്കണം. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇല പൊഴിക്കുന്നുണ്ട്. നോക്കൂ, ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കിട്ടി. രണ്ടാമത്തെ പോയിന്റ് ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ സസ്യങ്ങൾ ഇല പൊഴിയുന്നുണ്ട് വരണ്ട സമയത്ത്. ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ് കൂടുതലായിട്ടും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ രണ്ടുണ്ട്. ഒന്ന് വരണ്ടതും മറ്റൊന്ന് ആർദ്രവും. അല്ലെ, നമ്മൾ പറഞ്ഞത് ഇപ്പൊ വരണ്ടതാണ്ടോ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒന്ന് വരണ്ടത്, 2 ആർദ്രം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പറയാം. 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററും ഇടയിൽ വാർഷിക മഴ ലഭിക്കാം. എടാ, വരണ്ടതെന്ന് കേൾക്കുമ്പോൾ മഴ കുറവല്ലേ? അപ്പൊ 70-100 ഇടയിൽ വരണ്ടത്. 100 സെന്റിമീറ്റർ മുകളിൽ മഴ പെയ്താൽ എന്തായി മക്കളെ? അത് അവിടെ അത്യാവശ്യം മഴ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആർദ്രം, ആർദ്രമീതനുമാസ പാട്ടൊക്കെ അല്ലേ? അപ്പൊ അവിടെ 200 സെന്റിമീറ്റർ എന്ന് കേൾക്കുമ്പം വാർഷിക മഴ ലഭിക്കുന്ന, നോക്കൂ, ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അപ്പൊ വരണ്ട ഇലപൊഴിയും കാടുകൾ ഉത്തർപ്രദേശ്, ബീഹാർ കൃത്യമായി പഠിച്ചു. വരണ്ട ഇലപൊഴിയും കാടുകൾ എവിടെയാണെന്ന് ചോദിച്ചാല് UPയും അതുപോലെ തന്നെ ബീഹാറും പഠിച്ചു. ഞാൻ എഴുതൊന്നും നോക്കണ്ട, ബീഹാറിനൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കണേ, ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര. സിവാലിക് താഴ്വരയിൽ മുഴുവനല്ല, ടെറായ് ബാബർ മേഖല. അതൊക്കെ എന്താണെന്നൊക്കെ അറിയാത്തവരുണ്ടാവും. അടുത്ത ക്ലാസ്സുകൾ ജോഗ്രഫി, SCRT ഒക്കെ ഞാൻ കംപ്ലീറ്റ് എടുക്കും. 9, 10 നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, നമ്മൾ ഓരോരോ പ്ലേലിസ്റ്റുകൾ ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അതിങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരും. അപ്പൊ ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, അതുപോലെ തന്നെ ഒഡീഷയിലെയും ബംഗാളിലെയും ചില പ്രദേശങ്ങൾ. അപ്പൊ വെസ്റ്റ് ബംഗാൾ, ഒഡീഷയാണ് പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട സ്റ്റേറ്റ്. ഒന്ന് വെസ്റ്റ് ബംഗാള്, പിന്നൊന്ന് ഒഡീഷ, മറ്റൊന്ന് ഒഡീഷ. ഇവിടെയാണ് എന്തുള്ളത്? ആർദ്ര ഇലപൊഴിയും. നോക്കൂ, തേക്ക്, സാല്, അതുപോലെ തന്നെ മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗ്ഗങ്ങളാണ്. അപ്പൊ മൊത്തത്തിലാണ് പറയുന്നത് കേട്ടോ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ നമുക്ക് രണ്ടാക്കാം. ഈ പറയുന്ന വരണ്ടതും ആർദ്രവും. അപ്പൊ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ? വരണ്ട ഇലപൊഴിയും കാടുകളുണ്ട്, ആർദ്ര ഇലപൊഴിയും കാടുകളുണ്ട്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ പൊതുവെ പറയുമ്പം അവിടെയുള്ള സസ്യങ്ങൾ ഏതൊക്കെ ചോദിക്കാം. അപ്പൊ തേക്ക്, സാല്, മഹുവ, നെല്ലി, ചന്ദനം. ഈ മഹുവയൊക്കെ ഉത്തരേന്ത്യയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല കേട്ടോ. അപ്പൊ ആ ഒരു പേരുള്ള ഒരു MP ഒക്കെ ഉണ്ട് തൃണമൂൽ കോൺഗ്രസിന്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നുണ്ട്. നല്ലോണം മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നുണ്ട്. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു മൈതാനത്തിന്റെ ഒരു സെറ്റപ്പ് തോന്നും. വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു. തൽഫലമായി ഈ വനങ്ങൾ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു. അതായത് നമുക്ക് കാണുന്ന സമയത്ത് ഈ തേക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പുൽമേടുകളുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഉത്തരേന്ത്യയിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് തേക്കും മറ്റു വൃക്ഷങ്ങളും അതുപോലെ അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നത്. മഴക്കുറവും കന്നുകാലി മേയ്ക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ, ഉത്തരേന്ത്യയിൽ എല്ലാ സ്ഥലത്തും മഴയില്ല. ഇപ്പൊ രാജസ്ഥാനൊക്കെ ഉത്തരേന്ത്യയിലല്ലേ, അവിടെ മഴയുണ്ടോ? അവിടെ മഴ വളരെ കുറവാണ്. അപ്പൊ മഴക്കുറവുള്ള ഈ ഉത്തരേന്ത്യയിലെ പടിഞ്ഞാറൻ മേഖല എന്ന് വെച്ചാൽ നമ്മുടെ അറബിക്കടൽ അല്ലെങ്കിൽ തൊട്ട് മുകളിൽ കാണുന്ന പാകിസ്ഥാന്റെ മേഖല, ഇവിടെ സസ്യജാലങ്ങൾ വളരെ കഷ്ടമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കേട്ടോ. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബൊക്കെ മേഖലയിലാണ്. എന്നുവെച്ചാൽ പഞ്ചാബ് മുഴുവനല്ല ഉദ്ദേശിച്ചത്, പഞ്ചാബിന്റെ ഒരു മേഖല. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, തെക്കു പടിഞ്ഞാറൻ പഞ്ചാബ്, പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ ഉഷ്ണമേഖല മുൾക്കാടുകൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പേരാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. അപ്പൊ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ശ്രദ്ധിക്കണേ, ഇതാണ് നമ്മൾ പറഞ്ഞത്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ.
അതിനുശേഷം രണ്ടാമതായി നമ്മൾ പഠിക്കുന്നു ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. രാജസ്ഥാന്, ഹരിയാന, പഞ്ചാബ് ഇവിടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? ഈ പറയുന്ന ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. ഉഷ്ണമേഖല മുൾക്കാടുകൾ, അറിയാതെ മഴക്കാടുകൾ എന്ന് പറഞ്ഞു പോകും, മുൾക്കാടുകൾ കേട്ടോ. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഇനിയാണ് നമ്മൾ കേൾക്കാത്ത പരിചയപ്പെടാത്ത ചില സാധനങ്ങൾ. ബാബുൽ, ബെർ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ, ബെർ. വന്യ ഈന്തപ്പനകൾ, ഗൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. അപ്പൊ പേര് കേൾക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല. എനിക്ക് വലിയ സുഖമില്ല, കാരണം എനിക്ക് പരിചയമില്ല. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാബുൽ, ബാബുൽ, ബേർ, ഈന്തപ്പന, ഗൈർ, വേപ്പ്, കെജ്രി, പലാസ്. പല 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 വേണേ പാട്ടൊക്കെ ഉണ്ടാക്കുന്നത്. ബാബുൽ, ബേർ, ബൈർ, വേപ്പ്, കെജ്രി, ഞാൻ പാടുന്നൊന്നുമില്ല. വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു പാട്ടൊക്കെ ആക്കി പഠിക്കട്ടോ. പലാസ്, പലാസ എന്ന് പറഞ്ഞ പേരുണ്ടോ എനിക്കറിയില്ല. പലാസ് അല്ലേ, പലാസ്, വേപ്പ്, കെജ്രി, കെജ്രി, ഈന്തപ്പന, ഖയർ, ബയർ, ഖയർ, ബേർ, ബാബുൽ, വേപ്പ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ തേക്ക്, ചന്ദനൊക്കെ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങള്. എന്നാൽ ഉഷ്ണമേഖല മുൾക്കാടുകൾ ഇതൊക്കെയാണുള്ളത്. എന്ത്? പലാസ്, കെജ്രി, മുള്ളുള്ള സാധനങ്ങളൊക്കെ. പലാസ്, കെജ്രി, ബാബുൽ, അബെർ, ഖൈർ, വേപ്പ്. സെറ്റായി പഠിക്കുക. അപ്പൊ ചുമ്മാ ഒന്ന് പാടി നോക്കട്ടോ. പല്ല 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 ബെർ, ഗൈർ, ബാബുൽ, വേപ്പ്, ഈന്തപ്പനയാണ്, അങ്ങനെയൊക്കെ പാടിയിട്ട് നിങ്ങൾ ഒന്ന് സെറ്റാക്കുക. ഇതാണ് സസ്യവർഗ്ഗങ്ങൾ. നോക്കൂ, 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ മാറ്റിയതാ. ഇന്ത്യയിലെ ഉഷ്ണമേഖല മുൾക്കാടുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പുല്ല് വിഭാഗം ഏത്? ടസോക്കി. ഏതോക്കി? ടസോക്കി. പല പുല്ലും കേട്ടിട്ട് ഇങ്ങനെ തോക്കിയൊന്നും ഞങ്ങൾ കേട്ടില്ല. ഉഷ്ണമേഖല മുൾക്കാടുകളിൽ കാണപ്പെടുന്ന പുല്ല് വിഭാഗമാണ് ടസോക്കി. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ഇനി അത് വിട്ടു, നമ്മൾ ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന ഉഷ്ണമേഖല ഇലവൊഴിയും കാടുകൾ പറഞ്ഞു, ഉഷ്ണമേഖല മുൾക്കാടുകൾ പറഞ്ഞു. മൂന്നാമത്തെ എന്തായിരുന്നു? ചതുപ്പ് നിലവനങ്ങൾ അല്ലേ, ചതുപ്പ് നിലവനങ്ങൾ. ആ മൂന്നാമത്തേലേക്ക് പോവാം. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമുദ്രത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ. കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ മതി, സിമ്പിളാണ്. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഗംഗാ സമുദ്രത്തിലെ ശുദ്ധജല ചതുപ്പുകൾ. ഗംഗാ സമതലം എവിടെയാണെന്നൊക്കെ നമുക്ക് സമതലം പഠിക്കുമ്പോൾ പറയാട്ടോ. രാജസ്ഥാനിലെ ഉപ്പുപാടങ്ങൾ, ഗംഗയിലെ സമതലം, ബ്രഹ്മപുത്ര നദിയുടെ ഈ പറയുന്ന പ്രളയ സമതലങ്ങൾ, ബ്രഹ്മപുത്ര ഒഴുകി വരുമ്പം ആസാമിലൂടെയൊക്കെ വരുമ്പോൾ അവിടുത്തെ പ്രളയ സമതലങ്ങൾ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ, ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പു നിലവനങ്ങൾ. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമുദ്രത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ഗംഗ ഒഴുകി വരുന്ന, ഗംഗ നമ്മുടെ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഗംഗ ഇങ്ങനെ വിശാലമായ സമതലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു മേഖലയെ ഡെൽറ്റ എന്ന് വിളിക്കാം. ആ ഡെൽറ്റ പ്രദേശത്തെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഗംഗാ സമുദ്രത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം തൊട്ട് മുമ്പിൽ എടുത്ത ബയോളജിയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു കല്ലേൻ പൊക്കുടനെ കുറിച്ച്. അപ്പൊ റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. ബംഗാൾ കടുവ എവിടെയുണ്ട്? സുന്ദർബനുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കുക, ബൈഹാർട്ട് പഠിക്കണ്ട. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗങ്ങൾ കണ്ടൽ സസ്യങ്ങളെ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടൽക്കാടുകൾ നല്ല ഒരു ആവാസ വ്യവസ്ഥയാണ് കേട്ടോ. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഈ സുന്ദർബൻ എന്ന് പേര് വരുന്നത്. സുന്ദരി ഒന്ന് പറയൂ കണ്ടൽ ചെടി എന്ന് പാടിയാൽ മതി. സുന്ദരി എന്ന കണ്ടൽ ചെടി എവിടെയുണ്ട്? സുന്ദർബനിലുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സുന്ദർബൻ ഡെൽറ്റ പ്രദേശം, സുന്ദർബനുമായി ബന്ധപ്പെട്ട സുന്ദരിക്കാടുകളുടെ ഫോട്ടോ. ഇനി ഒരുപാട് ജോഗ്രഫി പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിന്റെ ഒരു ചെറിയ പോർഷനേ ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ ക്ലാസ് കാണില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ബാക്കി ജോഗ്രഫി ക്ലാസ് ഉടൻ തന്നെ വരും.
അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, പാരദ്വീപ് തുറമുഖം ഏത് നദിയുടെ തീരത്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ. നമ്മൾ നദിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പാരദ്വീപ് തുറമുഖം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം. ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്, കണ്ടൽക്കാടുകൾ, സുന്ദർബൻ എന്ന് പറഞ്ഞു. പക്ഷേ അതല്ല ചോദ്യം. ഈ രണ്ടും പ്രിലിംസിന്റെ PYQ 10th ലെവൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.